ഈ മാസം PSC നടത്തിയ ലാബ് അറ്റൻഡർ പരീക്ഷയുടെ ചോദ്യോത്തരങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യത്തെ ചോദ്യം, മഹാത്മാഗാന്ധി അധ്യക്ഷത വഹിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനം എ. സൂററ്റ് സമ്മേളനം 1907, ബി. ലക്നൗ സമ്മേളനം 1916, സി. ബൽഗാം സമ്മേളനം 1924, ഡി. ഹരിപുര സമ്മേളനം 1938. ഉത്തരം ഓപ്ഷൻ സി, ബൽഗാം സമ്മേളനം 1924. രണ്ടാമത്തെ ചോദ്യം, പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല. ഈ മുദ്രാവാക്യം ഏത് സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? എ. ഫ്രഞ്ച് വിപ്ലവം, ബി. റഷ്യൻ വിപ്ലവം, സി. ചൈനീസ് വിപ്ലവം, ഡി. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. ഉത്തരം ഓപ്ഷൻ ഡി, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. മൂന്നാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായി യുനെസ്കോയുടെ സാഹിത്യനഗര പദവി സ്വന്തമാക്കിയ നഗരം? എ. കൊൽക്കത്ത, ബി. കോഴിക്കോട്, സി. വാരണാസി, ഡി. ജയ്പൂർ. ഉത്തരം ഓപ്ഷൻ ബി, കോഴിക്കോട്. നാലാമത്തെ ചോദ്യം, താഴെ തന്നിട്ടുള്ളവയിൽ തെറ്റായ ജോഡി കണ്ടെത്തുക. എ. ഡോക്ടർ ഹെർമൻ ഗുണ്ടർ മലയാള രാജ്യം, ബി. ഫാദർ ക്ലെമൻ സംക്ഷേപ വേദാർത്ഥം, സി. അർണോസ് പാതിരി ക്രിസ്തു സഭാചരിത്രം, ഡി. പാറേമാക്കൽ തോമാ കത്തനാർ വർത്തമാന പുസ്തകം. ഉത്തരം ഓപ്ഷൻ സി, അർണോസ് പാതിരി ക്രിസ്തു സഭാചരിത്രം. അഞ്ചാമത്തെ ചോദ്യം, താഴെ തന്നിട്ടുള്ളവയിലെ കാലഗണന അനുസരിച്ച് ക്രമപ്പെടുത്തുക. ഒന്നാമത്തത് ഗുരുവായൂർ സത്യാഗ്രഹം, 2 പാലിയം സത്യാഗ്രഹം, 3 ചാന്നാർ കലാപം, 4 കൂട്ടംകുളം സമരം. ഉത്തരം ഓപ്ഷൻ എ, അതായത് ആദ്യം വരുന്നത് ചാന്നാർ കലാപം, അതിനുശേഷം ഗുരുവായൂർ സത്യാഗ്രഹം, പിന്നെ കൂട്ടംകുളം സമരം, അവസാനം പാലിയം സത്യാഗ്രഹം. ആറാമത്തെ ചോദ്യം, ചേരുംപടി ചേർക്കുക. 1857 കലാപസ്ഥലങ്ങളും നേതാക്കളുമാണ് കൊടുത്തിട്ടുള്ളത്. ഉത്തരം ഓപ്ഷൻ എ, അതായത് ബറേലി, ഖാൻ ബഹദൂർ, ബറൗട്ട് പർഗാന, ഷാമൽ, ഫൈസാബാദ്, മൗലവി അഹമ്മദുള്ള, ബീഹാർ, കൻവർ സിംഗ്. ഏഴാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ക്യുമുലസ് മേഘങ്ങളുടെ പ്രത്യേകതകൾ കണ്ടെത്തുക. 1. താഴ്ന്ന വിതാനത്തിൽ കാണപ്പെടുന്ന ഇരുണ്ട മേഘങ്ങൾ. 2. ഉയർന്ന സംവഹന പ്രവാഹ ഫലമായി രൂപം കൊള്ളുന്നു. 3. തെളിഞ്ഞ ദിനാന്തരീക്ഷത്തിൽ വളരെ ഉയരത്തിൽ പഞ്ഞിക്കെട്ടുകൾ പോലെ കാണപ്പെടുന്നു. 4. സൂര്യപ്രകാശത്തെ കടത്തിവിടാതെ ഇരുണ്ട നിറത്തിൽ കാണപ്പെടുന്നു. ഉത്തരം ഓപ്ഷൻ എ, 1ഉം 2ഉമാണ് ശരി. എട്ടാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ പാലം? എ. ഭുവൻ ഹസാരിക സേതു, ബി. അടൽ സേതു, സി. മഹാത്മാഗാന്ധി സേതു, ഡി. വിക്രമശില സേതു. ഉത്തരം ഓപ്ഷൻ എ, ഭുവൻ ഹസാരിക സേതു. ഒമ്പതാമത്തെ ചോദ്യം, ചുഴലിക്കാറ്റുകളും പേരു നൽകിയ രാജ്യങ്ങളും ശരിയായ ജോഡി കണ്ടെത്തുക. എ. താനെ നിഷ മ്യാൻമർ, ബി. രശ്മി മാല ശ്രീലങ്ക, സി. വാർദ ജവാദ് സൗദി അറേബ്യ, ഡി. ഫാനുസ് നിവർ ഇറാൻ. ഉത്തരം ഓപ്ഷൻ ബി, രശ്മി മാല ശ്രീലങ്ക. പത്താമത്തെ ചോദ്യം, ഭൂസ്ഥിര ഉപഗ്രഹങ്ങളുടെ പ്രത്യേകതകൾ കണ്ടെത്തുക. 1. സഞ്ചാരപഥം ഭൂമിയിൽ നിന്ന് ഏകദേശം 36,000 കിലോമീറ്റർ ഉയരത്തിലാണ്. 2. ഭൂഗർഭജലം, പ്രകൃതി വിഭവങ്ങൾ, ഭൂവിനിയോഗം എന്നീ വിവരശേഖരത്തിന് ഉപയോഗിക്കുന്നു. 3. സഞ്ചാരപഥം ഭൂമിയിൽ നിന്ന് 900 കിലോമീറ്റർ ഉയരത്തിലാണ്. 4. വാർത്താവിനിമയത്തിനും ദിനാന്തരീക്ഷ സ്ഥിതി മനസ്സിലാക്കുന്നതിനും പ്രയോജനപ്പെടുത്തുന്നു. ഉത്തരം ഓപ്ഷൻ എ, 1ഉം 4ഉമാണ് ശരി ഉത്തരം. 11ാമത്തെ ചോദ്യം, ബ്രഹ്മപുത്രയുടെ പോഷക നദികളിൽ ശരിയായ ജോഡി ഏത്? എ. മാനസ സുബൻസിരി, ബി. ഗോമതി ടിസ്ത, സി. സോൺ ലോഹിത്, ഡി. ഘാഗ്ര ലോഹിത്. ഉത്തരം ഓപ്ഷൻ എ, മാനസ സുബൻസിരി. 12ാമത്തെ ചോദ്യം, ഭവാനി പുഴയിൽ എത്തിച്ചേരുന്ന കൊടുങ്ങരപ്പള്ളം പുഴ ഒഴുകുന്നത് ഏത് പ്രദേശത്താണ്? എ. തോൽപ്പെട്ടി, ബി. മൂന്നാർ, സി. അട്ടപ്പാടി, ഡി. മുതുമല. ഉത്തരം ഓപ്ഷൻ സി, അട്ടപ്പാടി. 13ാമത്തെ ചോദ്യം, കൽക്കരി നിക്ഷേപം ഏറ്റവും കൂടുതലുള്ള ഇന്ത്യയിലെ സംസ്ഥാനം ഏത്? എ. ഒറീസ,
ബി ബീഹാർ, സി മധ്യപ്രദേശ്, ഡി ജാർഖണ്ഡ്. ഉത്തരം ഓപ്ഷൻ ഡി ജാർഖണ്ഡ്. 14ാമത്തെ ചോദ്യം, 1991 പുത്തൻ സാമ്പത്തിക നയം നടപ്പിലാക്കിയപ്പോൾ ഇന്ത്യയുടെ ധനകാര്യ വകുപ്പ് മന്ത്രി ആരായിരുന്നു? എ പ്രണബ് മുഖർജി, ബി പി ചിദംബരം, സി ഡോക്ടർ മൻമോഹൻ സിംഗ്, ഡി നിർമ്മല സീതാരാമൻ. ഉത്തരം ഓപ്ഷൻ സി ഡോക്ടർ മൻമോഹൻ സിംഗ്. 15ാമത്തെ ചോദ്യം, ഇപ്പോഴത്തെ ഇന്ത്യയുടെ ധനകാര്യ വകുപ്പ് സഹമന്ത്രി ആരാണ്? എ സുരേഷ് ഗോപി, ബി പങ്കജ് ചൗധരി, സി ജോർജ് കുര്യൻ, ഡി ജയന്ത് ചൗധരി. ഉത്തരം ഓപ്ഷൻ ബി പങ്കജ് ചൗധരി. 16ാമത്തെ ചോദ്യം, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സൂചികയുടെ പേര് എന്താണ്? എ CPI, ബി WPI, സി നിഫ്റ്റി, ഡി സെൻസെക്സ്. ഉത്തരം ഓപ്ഷൻ സി നിഫ്റ്റി. 17ാമത്തെ ചോദ്യം, 1991 ഇന്ത്യയിൽ നടപ്പിലാക്കിയ പുത്തൻ സാമ്പത്തിക നയത്തിൻ്റെ സവിശേഷതകൾ എന്തെല്ലാം? 1 ഉദാരവൽക്കരണവും സ്വകാര്യവൽക്കരണവും, 2 ആഗോളവൽക്കരണം, 3 ദേശസൽക്കരണം. ഉത്തരം ഓപ്ഷൻ സി 1ഉം 2ഉമാണ് സവിശേഷതകൾ. 12ാമത്തെ ചോദ്യം, നബാർഡ് സ്ഥാപിതമായ വർഷം? എ 1982, ബി 1981, സി 1990, ഡി 1991. ഉത്തരം ഓപ്ഷൻ എ 1982. 19ാമത്തെ ചോദ്യം, ഹരിത വിപ്ലവത്തിൻ്റെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത് ഏത്? എ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, ബി രാസവളങ്ങളുടെ ഉപയോഗം, സി യന്ത്രവൽക്കരണം, ഡി കർഷകരുടെ കുടിയേറ്റം. ഉത്തരം ഓപ്ഷൻ ഡി കർഷകരുടെ കുടിയേറ്റം. 20ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിലെ നിയമവാഴ്ച എന്ന ആശയം ഏത് വിദേശ ഭരണഘടനയുടെ സ്വാധീനത്താൽ ഉൾപ്പെടുത്തിയതാണ്? എ ഫ്രാൻസ്, ബി അമേരിക്ക, സി ബ്രിട്ടൻ, ഡി കാനഡ. ഉത്തരം ഓപ്ഷൻ സി ബ്രിട്ടൻ. 21ാമത്തെ ചോദ്യം ക്യാൻസലായിപ്പോയി, ഓപ്ഷനിൽ ഉത്തരവില്ല. 22ാമത്തെ ചോദ്യം നോക്കാം. ക്രിമിനൽ പ്രൊസീജിയർ കോഡ് CRPCക്ക് പകരമായി വന്ന ഇന്ത്യൻ ശിക്ഷാ നിയമം ഏത്? എ ഭാരതീയ ന്യായ സംഹിത, ബി ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത, സി ഭാരതീയ സാക്ഷ്യ അധീനിയം, ഡി ഭാരതീയ സുരക്ഷാ ന്യായ സംഹിത. ഉത്തരം ഓപ്ഷൻ ബി ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത. 23ാമത്തെ ചോദ്യം, നാറ്റോ സൈനിക സഖ്യത്തിൻ്റെ സെക്രട്ടറി ജനറൽ ആരാണ്? എ ജെൻസ് സ്റ്റോൾട്ടൻബർഗർ, ബി മാർക്ക് റുട്ടോ, സി JB പ്രിറ്റ്സ്കർ, ഡി ഷെർണോഡ് ബ്രൗൺ. ഉത്തരം ഓപ്ഷൻ എ ജെൻസ് സ്റ്റോൾട്ടൻബർഗ്. 24ാമത്തെ ചോദ്യം, താഴെ പറയുന്ന അവകാശങ്ങളിൽ കോടതി മുഖേന പൗരന് സ്ഥാപിച്ചു കിട്ടുന്ന അവകാശം ഏത്? എ തുല്യ ജോലിക്ക് തുല്യ വേതനം, ബി ജീവനോപാധികൾ ലഭിക്കാനുള്ള അവകാശം, സി സാമ്പത്തിക ചൂഷണത്തിനെതിരെയുള്ള അവകാശം, ഡി സമാധാനപരമായി യോഗം ചേരാനുള്ള അവകാശം. ഉത്തരം ഓപ്ഷൻ ഡി സമാധാനപരമായി യോഗം ചേരാനുള്ള അവകാശം. 25ാമത്തെ ചോദ്യം, നിയമനിർമ്മാണത്തിലുള്ള അധികാരം പാർലമെൻറ്റിനാണ്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? നിയമനിർമ്മാണത്തിൽ രാജ്യസഭയ്ക്കും ലോകസഭയ്ക്കും തുല്യ അധികാരമാണ്. രണ്ടാമത്തത്, ധനകാര്യ ബില്ലുകൾ ആരംഭിക്കുന്നത് രാജ്യസഭയിലായിരിക്കും. മൂന്നാമത്തത്, നിയമനിർമ്മാണത്തിൽ രാഷ്ട്രപതിക്ക് പരിമിതമായ വീറ്റോ അധികാരമുണ്ട്. ഉത്തരം ഓപ്ഷൻ എ 1ഉം 3ഉം മാത്രമാണ് ശരി ഉത്തരം. 26ാമത്തെ ചോദ്യം, താഴെ പറയുന്ന സംസ്ഥാനങ്ങളിൽ ദ്വിമണ്ഡല സമ്പ്രദായം നിലനിൽക്കുന്ന സംസ്ഥാനം ഏത്? എ കർണാടക, ബി മണിപ്പൂർ, സി തമിഴ്നാട്, ഡി ഗുജറാത്ത്. ഉത്തരം ഓപ്ഷൻ എ കർണാടക. 27ാമത്തെ ചോദ്യം, ഭരണഘടനാ അനുച്ഛേദവും അനുബന്ധ കമ്മീഷനും കണ്ടെത്തുക. 1 അനുച്ഛേദം 315, അനുച്ഛേദം 243K, അനുച്ഛേദം 243I, അനുച്ഛേദം 338.
ദേശീയ പട്ടികജാതി കമ്മീഷൻ, സംസ്ഥാന ധനകാര്യ കമ്മീഷൻ, സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ. ഉത്തരം ഓപ്ഷൻ ഡി 4, 3, 2, 1. 28ാമത്തെ ചോദ്യം ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. 29ാമത്തെ ചോദ്യം ഇന്ത്യയിൽ ആദ്യമായി ജല ബഡ്ജറ്റ് തയ്യാറാക്കിയ സംസ്ഥാനം. എ കർണാടക, ബി കേരളം, സി മധ്യപ്രദേശ്, ഡി ഉത്തർപ്രദേശ്. ഉത്തരം ബി കേരളം. 30ാമത്തെ ചോദ്യം കേരളത്തിലെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടും തൊഴിൽ ലഭിക്കാത്ത മുതിർന്ന പൗരന്മാർക്കായുള്ള സ്വയം തൊഴിൽ പദ്ധതി ഏത്? എ നവജീവൻ, ബി വയോരക്ഷക, സി മന്ദഹാസം, ഡി സ്വയംപ്രഭ. ഉത്തരം ഓപ്ഷൻ എ നവജീവൻ. 31ാമത്തെ ചോദ്യം താഴെ പറയുന്ന 2 പ്രസ്താവനകൾ പരിഗണിക്കുക. പ്രസ്താവന 1 കേരള ഭൂപരിഷ്കരണ നിയമം പാസാക്കിയപ്പോൾ മുഖ്യമന്ത്രി ശ്രീ പട്ടം താണുപിള്ളയായിരുന്നു. പ്രസ്താവന 2 1963 കേരള ഭൂപരിഷ്കരണ നിയമത്തിൽ ഭൂ ഉടമസ്ഥതയിൽ പരിധി നിശ്ചയിക്കൽ, മിച്ചഭൂമികൾ നൽകൽ, കുടിയാധാരം നിർത്തലാക്കൽ, കൃഷി ചെയ്യുന്ന കുടിയാന്മാർക്ക് ഭൂമിയുടെ ഉടമസ്ഥാവകാശം നൽകൽ എന്നിവയുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ ഉണ്ടാക്കിയിരുന്നു. ഉത്തരം ഓപ്ഷൻ ഡി. ഒന്നാമത്തെ തെറ്റും 2ാമത്തത് ശരിയും. 32ാമത്തെ ചോദ്യം കാലക്രമത്തിൽ എഴുതുക. 1 MGNREGS, 2 JRY, 3 SGRY, 4 IRDP. ഉത്തരം ഓപ്ഷൻ സി 4, 2, 3, 1. 33ാമത്തെ ചോദ്യം 2008 കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമത്തെ സംബന്ധിക്കുന്ന തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്തുക. 1 നെൽവയൽ എന്നതിൽ ചിറകളും ചാലുകളും കുളങ്ങളും കൈത്തോടുകളും ഉൾപ്പെടുന്നു. 2 ജില്ലാതല അധികൃത സമിതി രൂപീകരിക്കുന്നത് ജില്ലാ കളക്ടറാണ്. 3 പ്രാദേശിക നിരീക്ഷണ സമിതിയുടെ കാലാവധി രൂപീകരണ തീയതി മുതൽ 5 വർഷമായിരിക്കും. 4 പ്രാദേശികതല നിരീക്ഷണ സമിതിയുടെ കൺവീനിയർ വില്ലേജ് ഓഫീസറാണ്. ഉത്തരം ഓപ്ഷൻ എ 3ഉം 4ഉമാണ് തെറ്റായ പ്രസ്താവനകൾ. 34ാമത്തെ ചോദ്യം ശരീരത്തിലെ കാർബോഹൈഡ്രേറ്റിൻ്റെ പ്രധാന പ്രവർത്തനം എന്താണ്? എ ഊർജം നൽകുക, ബി പേശികൾ നിർമ്മിക്കുക, സി ശരീര താപനില നിയന്ത്രിക്കുക, ഡി തലച്ചോറിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുക. ഉത്തരം ഓപ്ഷൻ എ ഊർജം നൽകുക. 35ാമത്തെ ചോദ്യം 3R തത്വത്തിൻ്റെ ശരിയായ ക്രമം എന്താണ്? എ റീസൈക്കിൾ ചെയ്യുക, വീണ്ടും ഉപയോഗിക്കുക, കുറയ്ക്കുക, ബി വീണ്ടും ഉപയോഗിക്കുക, കുറയ്ക്കുക, റീസൈക്കിൾ ചെയ്യുക, സി കുറയ്ക്കുക, വീണ്ടും ഉപയോഗിക്കുക, റീസൈക്കിൾ ചെയ്യുക, ഡി മുകളിൽ കൊടുത്തിരിക്കുന്നവയിൽ ഒന്നും അല്ല. ഉത്തരം ഓപ്ഷൻ സി കുറയ്ക്കുക, വീണ്ടും ഉപയോഗിക്കുക, റീസൈക്കിൾ ചെയ്യുക. 36ാമത്തെ ചോദ്യം എല്ലുകളെ തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന ഇലാസ്റ്റിക് ടിഷ്യൂ എന്താണ്? എ ഫൈബ്രസ് ടിഷ്യൂ, ബി ടെൻഡറുകൾ, സി ഫൈബ്രിൻ, ഡി ലിഗമെൻറ്റുകൾ. ഉത്തരം ഓപ്ഷൻ ഡി ലിഗമെൻറ്റുകൾ. 37ാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ അനിയന്ത്രിതമായ കോശവളർച്ച മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? എ ക്യാൻസർ, ബി മെനിഞ്ചൈറ്റിസ്, സി ഹാർട്ട് അറ്റാക്ക്, ഡി സ്ട്രോക്ക്. ഉത്തരം ഓപ്ഷൻ എ ക്യാൻസർ. 38ാമത്തെ ചോദ്യം മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിൽ നിന്ന് പ്രയോജനം നേടാൻ യോഗ്യരായ താഴെ പറയുന്നവരിൽ ആരാണ്? ഓപ്ഷൻ എ ഏതെങ്കിലും ഗ്രാമീണ കുടുംബത്തിലെ മുതിർന്ന അംഗങ്ങൾ, ഓപ്ഷൻ ബി ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള വീട്ടിലെ മുതിർന്ന അംഗങ്ങൾ, ഓപ്ഷൻ സി എല്ലാ പിന്നോക്ക സമുദായത്തിലെയും മുതിർന്ന അംഗങ്ങൾ, ഓപ്ഷൻ ഡി ഇതിലൊന്നുമല്ല. ഉത്തരം ഓപ്ഷൻ എ ഏതെങ്കിലും ഗ്രാമീണ കുടുംബത്തിലെ മുതിർന്ന അംഗങ്ങൾ. 39ാമത്തെ ചോദ്യം ഏത് ഗ്രന്ഥിയാണ് മനുഷ്യ ശരീരത്തിലെ ഉറക്ക രീതികളെ നിയന്ത്രിക്കുന്നത്? ഇത് ബോഡി ക്ലോക്ക് എന്ന് അറിയപ്പെടുന്നു. ഓപ്ഷൻ എ തൈറോയ്ഡ് ഗ്രന്ഥി, ഓപ്ഷൻ ബി പീനിയൽ ഗ്രന്ഥി, ഓപ്ഷൻ സി പാൻക്രിയാസ് ഗ്രന്ഥി, ഓപ്ഷൻ ഡി പീയൂഷ ഗ്രന്ഥി. ഉത്തരം ഓപ്ഷൻ ബി പീനിയൽ ഗ്രന്ഥി. 41ാമത്തെ ചോദ്യം
ചിക്കൻ ബോക്സ് വൈറസിൻ്റെ ശാസ്ത്രീയ നാമം എന്താണ്? എ. എൻഡമീബ ഹിസ്റ്റോലിക്ക. ഓപ്ഷൻ ബി വിംബ്രിയോ കോളറ. ഓപ്ഷൻ സി ബാസിലസ് ടൈഫോസസ്. ഓപ്ഷൻ ഡി വാരിസെല്ല സോസ്റ്റർ. ഉത്തരം ഓപ്ഷൻ ഡി വാരിസെല്ല സോസ്റ്റർ. 42ാമത്തെ ചോദ്യം. ഇന്ത്യയുടെ 3ാമത് ചാന്ദ്ര ദൗത്യമായ ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് എന്ന്? ഓപ്ഷൻ എ 23 ജൂലൈ 2023. ഓപ്ഷൻ ബി 14 ജൂലൈ 2023. ഓപ്ഷൻ സി 11 ജൂലൈ 2023. ഓപ്ഷൻ ഡി 20 ജൂലൈ 2023. ഉത്തരം ഓപ്ഷൻ ബി 14 ജൂലൈ 2023. 43ാമത്തെ ചോദ്യം. ബഹിരാകാശത്ത് കൂടുതൽ സമയം ചിലവഴിച്ച ആദ്യ ഇന്ത്യൻ വനിത ആര്? എ. കൽപ്പന ചൗള. ബി. സുനിത വില്യംസ്. സി. വാലന്റീന തെരഷ്കോവ. ഡി. സാലി റൈഡ്. ഉത്തരം ഓപ്ഷൻ ബി സുനിത വില്യംസ്. 44ാമത്തെ ചോദ്യം. ഭൂഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണത്തിൻ്റെ കൂടിയ വില അനുഭവപ്പെടുന്നത് എവിടെ? ഓപ്ഷൻ എ ഭൂമധ്യരേഖയിൽ. ബി ധ്രുവങ്ങളിൽ. സി ഭൂകേന്ദ്രത്തിൽ. ഡി ഭൂമിയുടെ ഉപരിതലത്തിന് അല്പം മുകളിൽ. ഉത്തരം ഓപ്ഷൻ ബി ധ്രുവങ്ങളിൽ. 45ാമത്തെ ചോദ്യം. മാധ്യമത്തിൻ്റെ സഹായമില്ലാതെ താപം ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് പ്രവഹിക്കുന്ന രീതി ഏതാണ്? എ വികിരണം. ബി ചാലനം. സി അപവർത്തനം. ഡി സംവഹനം. ഉത്തരം ഓപ്ഷൻ എ വികിരണം. 46ാമത്തെ ചോദ്യം. മനുഷ്യൻ്റെ ശ്രവണ പരിധി. ഓപ്ഷൻ എ 2 ഹെർട്സ് മുതൽ 20 ഹെർട്സ് വരെ. ഓപ്ഷൻ ബി 20 ഹെർട്സ് മുതൽ 2000 ഹെർട്സ് വരെ. ഓപ്ഷൻ സി 20 ഹെർട്സ് മുതൽ 20000 ഹെർട്സ് വരെ. ഓപ്ഷൻ ഡി 2 ഹെർട്സ് മുതൽ 200 ഹെർട്സ് വരെ. ഉത്തരം ഓപ്ഷൻ സി 20 ഹെർട്സ് മുതൽ 20000 ഹെർട്സ് വരെ. 47ാമത്തെ ചോദ്യം. പുതുതായി കണ്ടുപിടിച്ച അറ്റോമിക നമ്പർ 118 ഉള്ള മൂലകത്തിൻ്റെ പേര്. ഓപ്ഷൻ എ ഓഗനേസൺ. ഓപ്ഷൻ ബി മെൻഡലീവിയം. ഓപ്ഷൻ സി കാലിഫോർണിയം. ഓപ്ഷൻ ഡി ലോറൻഷ്യം. ഉത്തരം ഓപ്ഷൻ എ ഓഗനേസൺ. 48ാമത്തെ ചോദ്യം. ആറ്റം എന്ന പദം നിർദ്ദേശിച്ച ശാസ്ത്രജ്ഞൻ ആര്? ഓപ്ഷൻ എ ജോൺ ഡാൾട്ടൺ. ബി റുദർഫോർഡ്. സി ഡെമോക്രിസ്റ്റൻ. ഡി മെൻഡലീഫ്. ഉത്തരം ഓപ്ഷൻ സി ഡെമോക്രിസ്റ്റൻ. 49ാമത്തെ ചോദ്യം. ഓസോൺ പാളിയിൽ വിള്ളൽ ഉണ്ടാക്കുന്ന വാതകം. ഓപ്ഷൻ എ ക്ലോറോഫോം. ഓപ്ഷൻ ബി കാർബൺ ടെട്രാക്ലോറൈഡ്. ഓപ്ഷൻ സി ക്ലോറിൻ. ഓപ്ഷൻ ഡി ക്ലോറോഫ്ലൂറോ കാർബൺ. ഉത്തരം ഓപ്ഷൻ ഡി ക്ലോറോഫ്ലൂറോ കാർബൺ. 50ാമത്തെ ചോദ്യം. STPയിൽ സ്ഥിതി ചെയ്യുന്ന ഏതൊരു വാതകത്തിൻ്റെയും 1 മോളിന് ഉണ്ടായിരിക്കേണ്ട വ്യാപ്തം. ഓപ്ഷൻ എ 21.2 ലിറ്റർ. ഓപ്ഷൻ ബി 25.2 ലിറ്റർ. ഓപ്ഷൻ സി 22.4 ലിറ്റർ. ഓപ്ഷൻ ഡി 16.4 ലിറ്റർ. ഉത്തരം ഓപ്ഷൻ സി 22.4 ലിറ്റർ. 51ാമത്തെ ചോദ്യം. വൈദ്യുതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? എ ജൂലിയസ് പ്ലക്കർ. ബി മൈക്കിൾ ഫാരഡെ. സി ഹംഫ്രി ഡേവി. ഡി റുദർഫോർഡ്. ഉത്തരം ഓപ്ഷൻ ബി മൈക്കിൾ ഫാരഡെ. 52ാമത്തെ ചോദ്യം. വയനാട് ദേശം പശ്ചാത്തലമായി വരുന്ന ഷീല ടോമിയുടെ നോവൽ ഏത്? ഓപ്ഷൻ എ നെല്ല്. ബി ആ നദിയോട് പേര് ചോദിക്കരുത്. സി വല്ലി. ഡി മാവേലി മന്നൻ. ഉത്തരം ഓപ്ഷൻ സി വല്ലി. 53ാമത്തെ ചോദ്യം. ഭാർഗവീ നിലയം എന്ന മലയാള സിനിമയ്ക്ക് ആധാരമായി ചെറുകഥയുടെ പേര്. എ എൻ്റെ ഗന്ധർവ സ്നേഹിതൻ. ബി നീലവെളിച്ചം. സി തേന്മാവ്. ഡി യക്ഷി. ഉത്തരം ഓപ്ഷൻ ബി നീലവെളിച്ചം. 54ാമത്തെ ചോദ്യം. താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെ? 1. ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ആദ്യ മലയാളിയാണ് മാനുവൽ ഫെഡറിക്. 2. ഒളിമ്പിക്സ് സെമി ഫൈനലിലെത്തിയ ആദ്യ മലയാളി വനിതയാണ് ഷൈനി വിൽസൺ. 3. PT ഉഷയാണ് ഒളിമ്പിക്സിൽ ഫൈനലിലെത്തിയ ആദ്യ ഇന്ത്യൻ വനിത.
ഉത്തരം ഓപ്ഷൻ ഡി ഇവ മൂന്നും ശരി. 55-ാമത്തെ ചോദ്യം, താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെ? 1. ഇന്ത്യയുടെ ഏറ്റവും ഉയർന്ന കായിക ബഹുമതിയാണ് അർജുന അവാർഡ്. 2. 2023 അർജുന അവാർഡ് ലഭിച്ച ലോങ് ജംപ് താരമാണ് മുരളി ശ്രീശങ്കർ. 3. 2023 അർജുന അവാർഡ് ലഭിച്ച ക്രിക്കറ്റ് താരമാണ് മുഹമ്മദ് ഷമി. ഉത്തരം ഓപ്ഷൻ ബി 2ഉം 3ഉം മാത്രം ശരി. 56-ാമത്തെ ചോദ്യം, കേരള സംഗീത നാടക അക്കാദമിയുടെ മുഖമാസിക ഏത്? എ. കേളി, ബി. കൈരളി, സി. വിജ്ഞാന കൈരളി, ഡി. പൊലി. ഉത്തരം ഓപ്ഷൻ എ കേളി. 57-ാമത്തെ ചോദ്യം, കുമാരനാശാൻ്റെ പേരിലുള്ള സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെ? എ. അമ്പലപ്പുഴ, ബി. തോന്നയ്ക്കൽ, സി. ചെറായി, ഡി. ഇരിങ്ങാലക്കുട. ഉത്തരം ഓപ്ഷൻ ബി തോന്നയ്ക്കൽ. 58-ാമത്തെ ചോദ്യം, മലയാളത്തിലെ ആദ്യ ചെറുകഥയായ വാസനാവികൃതി ഏത് മാസികയിലാണ് പ്രസിദ്ധീകരിച്ചത്? എ. വിദ്യാവിലാസിനി, ബി. വിദ്യാവിനോദിനി, സി. രസികരഞ്ജിനി, ഡി. ഭാഷാപോഷിണി. ഉത്തരം ഓപ്ഷൻ എ വിദ്യാവിലാസിനി. 59-ാമത്തെ ചോദ്യം, മൈക്രോസോഫ്റ്റിൻ്റെ പുതിയ AI സംവിധാനം? എ. ChatGPT, ബി. കോപൈലറ്റ്, സി. മൈക്രോ MI, ഡി. ജെമിനി. ഉത്തരം ഓപ്ഷൻ ബി കോപൈലറ്റ്. 60-ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പൊതുവായ ഭാഷ ഏതാണ്? എ. പൈത്തൺ, ബി. ജാവ, സി. ലിസ്പ്, ഡി. PHP. ഉത്തരം ഓപ്ഷൻ എ പൈത്തൺ. 61-ാമത്തെ ചോദ്യം, കമ്പ്യൂട്ടറിൻ്റെ ഇൻപുട്ട് ഉപകരണങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? എ. കീബോർഡ്, ബി. ട്രാക്ക് ബോർഡ്, സി. പ്ലോട്ടർ, ഡി. ബാർകോഡ് റീഡർ. ഉത്തരം ഓപ്ഷൻ സി പ്ലോട്ടർ. 62-ാമത്തെ ചോദ്യം, GPS-ൻ്റെ പൂർണ്ണരൂപം? ഓപ്ഷൻ എ ഗൂഗിൾ പൊസിഷനിങ് സിസ്റ്റം, ബി. ഗ്ലോബൽ പെർമനൻറ്റ് സിസ്റ്റം, സി. ഗൂഗിൾ പെർമനൻറ്റ് സിസ്റ്റം, ഡി. ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം. ഉത്തരം ഓപ്ഷൻ ഡി ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം. 63-ാമത്തെ ചോദ്യം, വെബ് ബ്രൗസിന് ഉദാഹരണം അല്ലാത്തത് ഏത്? എ. സഫാരി, ബി. ഒപ്പേര, സി. ഫയർഫോക്സ്, ഡി. കുക്കി. ഉത്തരം ഓപ്ഷൻ ഡി കുക്കി. 64-ാമത്തെ ചോദ്യം, ഏത് അന്താരാഷ്ട്ര സംഘടനയാണ് കുട്ടികളുടെ സംരക്ഷണത്തിന് വേണ്ടി നിലനിൽക്കുന്നത്? എ. യുനെസ്കോ, ബി. ICCPR, ഡി. യുനിസെഫ്, ഡി. സെക്യൂരിറ്റി കൗൺസിൽ. ഉത്തരം ഓപ്ഷൻ സി യുനിസെഫ്. 65-ാമത്തെ ചോദ്യം, ഗാർഹിക പീഡനം നിയമം 2005 ഗാർഹിക പീഡനം എന്നാൽ എന്താണ്? ഓപ്ഷൻ എ സാമ്പത്തിക ദുരുപയോഗം, ബി. ശാരീരികമായ ബുദ്ധിമുട്ടിക്കൽ, സി. ലൈംഗികമായ ബുദ്ധിമുട്ടിക്കൽ, ഡി. ഓപ്ഷൻ എ ബി സി. ഉത്തരം ഓപ്ഷൻ ഡി എ ബി സി. 66-ാമത്തെ ചോദ്യം, ഗാർഹിക പീഡന നിയമം പ്രകാരം താഴെ പറയുന്നവയിൽ ഏതാണ് ഉൾപ്പെടാത്തത്? എ. തൊഴിലിടം, ബി. സാമ്പത്തിക ആശ്വാസം, സി. പ്രൊട്ടക്ഷൻ ഓഫീസർ, ഡി. ശാരീരിക ആക്രമണത്തിന് വിധേയമാകുക. ഉത്തരം ഓപ്ഷൻ എ തൊഴിലിടം. 67-ാമത്തെ ചോദ്യം, ഏത് വർഷമാണ് പട്ടികജാതി പട്ടികവർഗ അതിക്രമങ്ങൾ തടയൽ നിയമം നിലവിൽ വന്നത്? എ. 1956, ബി. 2005, സി. 1989, ഡി. 2000. ഉത്തരം ഓപ്ഷൻ സി 1989. 68-ാമത്തെ ചോദ്യം, ഒരു വ്യക്തിക്ക് വിവരാവകാശ നിയമം 2005 പ്രകാരം തൊഴിലിടങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്നോ വിവരം ലഭിക്കണമെന്നുണ്ടെങ്കിൽ ആരെയാണ് സമീപിക്കുന്നത്? എ. സ്ഥാപന മേധാവി, ബി. പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ, സി. സ്ഥാപനത്തിലെ ഏതെങ്കിലും ഉദ്യോഗസ്ഥനെ, ഡി. ഇവരിൽ ആരുമല്ല. ഉത്തരം ഓപ്ഷൻ ബി പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ. 69-ാമത്തെ ചോദ്യം, 2012
പോസ്കോ നിയമം ബാധകമാക്കുന്നത്? ഓപ്ഷൻ എ ഇന്ത്യ മുഴുവൻ, ബി ജമ്മു കാശ്മീർ ഒഴികെ ഇന്ത്യയിൽ എല്ലായിടത്തും, ഓപ്ഷൻ സി ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ മാത്രം, ഓപ്ഷൻ ഡി ഇവയിൽ ആരുമല്ല. ഉത്തരം ഓപ്ഷൻ എ ഇന്ത്യയിൽ മുഴുവൻ. 70ാമത്തെ ചോദ്യം, കുട്ടികളെ ലൈംഗികമായി ദുരുപയോഗം ചെയ്യുന്ന കാര്യം പോലീസ് ചൈൽഡ് വെൽഫെയർ കമ്മീഷൻ CWC എപ്പോഴാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്? എ പ്രവൃത്തിയുടെ 24 മണിക്കൂർ, ബി റിപ്പോർട്ട് ലഭിച്ച 24 മണിക്കൂർ, സി കുറ്റകൃത്യത്തിൻ്റെ 18 മണിക്കൂർ, ഡി റിപ്പോർട്ട് ലഭിച്ച 48 മണിക്കൂർ. ഉത്തരം ഓപ്ഷൻ എ പ്രവൃത്തിയുടെ 24 മണിക്കൂർ. 71ാമത്തെ ചോദ്യം, തുടർച്ചയായ 5 ഒറ്റസംഖ്യകളാണ് ABCDE. താഴെ തന്നിരിക്കുന്നതിൽ ഏതായിരിക്കും ഇവയുടെ ശരാശരി? ഓപ്ഷൻ എ A+C/2, ഓപ്ഷൻ ബി A+B+C+D+E/5, ഓപ്ഷൻ സി ഇ, ഓപ്ഷൻ ഡി മൂന്നും ശരിയാണ്. ഉത്തരം ഓപ്ഷൻ ഡി മൂന്നും ശരിയാണ്. 72ാമത്തെ ചോദ്യം, 250 മീറ്റർ 320 മീറ്റർ നീളമുള്ള എതിർദിശയിൽ സഞ്ചരിക്കുന്ന 2 തീവണ്ടികളുടെ വേഗത മണിക്കൂറിൽ 60 കിലോമീറ്ററും 50 കിലോമീറ്ററും എന്നീ ക്രമത്തിലാണ്. രണ്ടും പരസ്പരം കടന്നു പോകാൻ എത്ര സമയം വേണ്ടിവരും? ഓപ്ഷൻ എ 16.8 സെക്കൻഡ്, ഓപ്ഷൻ ബി 17.8 സെക്കൻഡ്, ഓപ്ഷൻ സി 18.1 സെക്കൻഡ്, ഓപ്ഷൻ ഡി 18.6 സെക്കൻഡ്. ഉത്തരം ഓപ്ഷൻ ഡി 18.6 സെക്കൻഡ്. 73ാമത്തെ ചോദ്യം, 4:88 പ്ലസ് 4:88 പ്ലസ് 4:88 പ്ലസ് 4:88 = 4k ആയാൽ കെയുടെ വില എത്ര? എ 89, ബി 88, സി 87, ഡി 22. ഉത്തരം ഓപ്ഷൻ എ 89. 74ാമത്തെ ചോദ്യം, ഒറ്റയാൻ ആര്? എ 749, ഓപ്ഷൻ ബി 1336 ഓപ്ഷൻ സി 525 ഓപ്ഷൻ ഡി 1116 ഉത്തരം ഓപ്ഷൻ സി 525. 75ാമത്തെ ചോദ്യം, ഒരു ദിവസത്തിൽ ഒരു ക്ലോക്കിലെ സമയവും പ്രതിബിംബത്തിലെ സമയവും എത്ര തവണ തുല്യമാകും? എ 6, ബി 4, സി 5, ഡി 8. ഉത്തരം ഓപ്ഷൻ ബി 4. 76ാമത്തെ ചോദ്യം, ഇൻറ്റു എന്ന ചിഹ്നം പ്ലസിനെയും പ്ലസ് ചിഹ്നം ഡിവിഷനെയും മൈനസ് ചിഹ്നം ഇൻറ്റുവിനെയും ഡിവിഷൻ ചിഹ്നം മൈനസിനെയും സൂചിപ്പിച്ചാൽ താഴെ തന്ന പ്രസ്താവനയിൽ തെറ്റ് ഏത്? ഓപ്ഷൻ എ 6 × 4 - 5 + 2 / 1 = 15, ഓപ്ഷൻ ബി 5 × 4 - 5 + 2 / 1 = 14, ഓപ്ഷൻ സി 6 × 4 - 5 + 2 / 2 = 14, ഓപ്ഷൻ ഡി 6 × 4 - 5 / 2 / 3 = 12. ഉത്തരം ഓപ്ഷൻ ഡി 6 × 4 - 5 + 2 / 3 = 12. 77ാമത്തെ ചോദ്യം, 2n - 2n - 2 96 ആയാൽ എന്നിൻ്റെ വില എന്ത്? എ 8, ബി 9, സി 6, ഡി ഇവയൊന്നുമല്ല. ഉത്തരം ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. 78ാമത്തെ ചോദ്യം ക്യാൻസൽ ചെയ്തേക്കുവാണ്. 79ാമത്തെ ചോദ്യത്തിലോട്ട് പോവാം. 79ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയേത്? 1 മുതൽ 100 വരെ ആകെ 26 അഭാജ്യ സംഖ്യകളുണ്ട്. 2 1 മുതൽ 100 വരെ ആകെ 25 അഭാജ്യ സംഖ്യകളുണ്ട്. 3 അഭാജ്യ സംഖ്യകളിൽ ഒരു ഇരട്ട സംഖ്യ പോലും ഇല്ല. 4 അഭാജ്യ സംഖ്യകളിൽ ഒരു ഇരട്ട സംഖ്യ ഉണ്ട്. ഉത്തരം ഓപ്ഷൻ സി 2ഉം 4ഉം ശരി. 80ാമത്തെ ചോദ്യം ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. 81ാമത്തെ ചോദ്യം, ഐഡൻറ്റിഫൈ ദ സെൻറ്റൻസ് ദാറ്റ് ഹാസ് ബീൻ കറക്റ്റ്ലി ട്രാൻസ്ഫോംഡ് ഫ്രം ആക്റ്റീവ് വോയിസ് ടു പാസീവ് വോയിസ്. ഐ റൈറ്റ് എ ലെറ്റർ. ഓപ്ഷൻ എ ലെറ്റർ ഈസ് റിട്ടൺ ബൈ മീ. ഓപ്ഷൻ ബി
റൈറ്റ് എ ലെറ്റർ ബൈ മീ. ഓപ്ഷൻ സി ഐ എ ലെറ്റർ റൈറ്റ്. ഓപ്ഷൻ ഡി ഐ എ ലെറ്റർ റിട്ടൺ. ഉത്തരം ഓപ്ഷൻ എ ലെറ്റർ ഈസ് റിട്ടൺ ബൈ മീ. 82ാമത്തെ ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് വേർഡ്സ് ഇസ് എ സിനോണിം ഫോർ വിവിഡ്? ഓപ്ഷൻ എ ഡൾ. ബി വിവാൻഷ്യസ്. ഓപ്ഷൻ സി ഡയറി. ഓപ്ഷൻ ഡി ലെത്താഞ്ചിക്. ഉത്തരം ഓപ്ഷൻ ബി വിവേഷ്യസ്. 83ാമത്തെ ചോദ്യം. ചൂസ് ദ ആൻറ്റോണിം ഓഫ് ദ വേർഡ് അർബൻ. ഓപ്ഷൻ എ റിഫൈൻഡ്. ഓപ്ഷൻ ബി സൊഫോസ്റ്റിക്കേറ്റഡ്. ഓപ്ഷൻ സി റൂറൽ. ഓപ്ഷൻ ഡി പോളിഷ്ഡ്. ഉത്തരം ഓപ്ഷൻ സി റൂറൽ. 84ാമത്തെ ചോദ്യം. ഐഡൻറ്റിഫൈ ദ വേർഡ്സ് ദാറ്റ് മീൻസ് ദ ഓപ്പോസിറ്റ് ഓഫ് എക്സസീവ്. ഓപ്ഷൻ എ അബണ്ടൻറ്റ്. ഓപ്ഷൻ ബി ലാവിഷ്. ഓപ്ഷൻ സി മോഡറേറ്റ്. ഓപ്ഷൻ ഡി കോപ്പിയസ്. ഉത്തരം ഓപ്ഷൻ സി മോഡറേറ്റ്. 85ാമത്തെ ചോദ്യം. വിച്ച് വേർഡ് ഈസ് മോസ്റ്റ് സിമിലർ ടു റിസൈലൻറ്റ്? ഓപ്ഷൻ എ ഫ്രാജൈൽ. ഓപ്ഷൻ ബി ഫ്ലെക്സിബിൾ. ഓപ്ഷൻ സി ബ്രിട്ടിൽ. ഓപ്ഷൻ ഡി വീക്ക്. ഉത്തരം ഓപ്ഷൻ ബി ഫ്ലെക്സിബിൾ. 86ാമത്തെ ചോദ്യം. ഫൈൻഡ് ദ വൺ വേർഡ് ഫോർ ദ സ്റ്റേറ്റ്മെൻറ്റ്. ടു ചൂസ് നോട്ട് ടു യൂസ് എ വോട്ട് എയ്തർ ഇൻ ഫേവർ ഓർ എഗനിസ്റ്റ് സംതിങ്. ഓപ്ഷൻ എ അബ്സല്യൂട്ട്. ഓപ്ഷൻ ബി അബോളിഷ്. ഓപ്ഷൻ സി അബ്സേർഡ്. ഓപ്ഷൻ ഡി അബ്സ്റ്റെയിൻ. ഉത്തരം ഓപ്ഷൻ ഡി അബ്സ്റ്റെയിൻ. 87ാമത്തെ ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സെൻറ്റൻസസ് യൂസ് കറക്റ്റ് സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻറ്റ്? ഓപ്ഷൻ എ ദ ടീം പ്ലേയേഴ്സ് വെൽ ടുഗദർ. ഓപ്ഷൻ ബി ദ ടീം പ്ലേ വെൽ ടുഗദർ. ഓപ്ഷൻ സി ദ ടീം പ്ലേയിങ് വെൽ ടുഗദർ. ഓപ്ഷൻ ഡി ദ ടീം ഈസ് പ്ലേ വെൽ ടുഗദർ. ഉത്തരം ഓപ്ഷൻ എ ദ ടീം പ്ലേസ് വെൽ ടുഗദർ. 88ാമത്തെ ചോദ്യം. ഐഡൻറ്റിഫൈ ദ കറക്റ്റ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് ദ ഫോളോയിങ് സെൻറ്റൻസസ് ഫ്രം ഡയറക്റ്റ് ടു ഇൻഡയറക്റ്റ് സ്പീച്ച്. ഡയറക്റ്റ് സ്പീച്ച്. ഐ വിൽ അറ്റൻഡ് ദ മീറ്റിംഗ് ടുമാറോ ഷീ സെഡ്. ഓപ്ഷൻ എ ഷീ സെഡ് ദാറ്റ് ഷീ വിൽ അറ്റൻഡ് ദ മീറ്റിംഗ് ദ ഫോളോയിങ് ഡേ. ഓപ്ഷൻ ബി ഷീ സെഡ് ദാറ്റ് ഷീ വുഡ് അറ്റൻഡ് ദ മീറ്റിംഗ് ദ ഫോളോയിങ് ഡേ. ഓപ്ഷൻ സി ഷീ മെൻഷൻഡ് ദാറ്റ് ഷീ വിൽ അറ്റൻഡ് ദ മീറ്റിംഗ് ദ നെക്സ്റ്റ് ഡേ. ഓപ്ഷൻ ഡി ഷീ ടോൾഡ് ദാറ്റ് ഷീ വുഡ് അറ്റൻഡ് ദ മീറ്റിംഗ് ടുമാറോ. ഉത്തരം ഓപ്ഷൻ ബി ഷീ സെഡ് ദാറ്റ് ഷീ വുഡ് അറ്റൻഡ് ദ മീറ്റിംഗ് ദ ഫോളോയിങ് ഡേ. 89ാമത്തെ ചോദ്യം. ഐഡൻറ്റിഫൈ ദ പാർട്ട് ഓഫ് സ്പീച്ച് ഓഫ് ദ അണ്ടർലൈൻഡ് വേർഡ് ഇൻ ദ സെൻറ്റൻസ് ബിലോ. ഷീ ഡാൻസ്ഡ് ഗ്രേസ്ഫുള്ളി ഇൻ ദ സ്പോട്ട്ലൈറ്റ് ഡ്യൂറിംഗ് ദ പെർഫോമൻസ്. ഓപ്ഷൻ എ verb. ഓപ്ഷൻ ബി adverb. ഓപ്ഷൻ സി adjective. ഓപ്ഷൻ ഡി noun. ഉത്തരം ഓപ്ഷൻ ബി adverb. 90ാമത്തെ ചോദ്യം. ചൂസ് ദ കറക്റ്റ് ക്വസ്റ്റ്യൻ ടാഗ് ഫോർ ദ ഫോളോയിങ് സെൻറ്റൻസ്. യു ഹാവ് ഫിനിഷ്ഡ് യുവർ വർക്ക്. അല്ല. 90ാമത്തെ ചോദ്യം. ചൂസ് ദ കറക്റ്റ് ക്വസ്റ്റ്യൻ ടാഗ് ഫോർ ദ ഫോളോയിങ് സെൻറ്റൻസ്. യു ഹാവ് ഫിനിഷ്ഡ് യുവർ ഹോംവർക്ക്. ഓപ്ഷൻ എ haven't you. ഓപ്ഷൻ ബി hadn't you. ഓപ്ഷൻ സി have you. ഓപ്ഷൻ ഡി do you. ഉത്തരം ഓപ്ഷൻ എ haven't you. 91ാമത്തെ ചോദ്യം. ഒറ്റപ്പദം എഴുതുക. ഉചിതമായ സ്ഥിതി. ഓപ്ഷൻ എ ഔചിത്യം. ഓപ്ഷൻ ബി ഓജസ്. ഓപ്ഷൻ സി ഔന്നിത്യം. ഓപ്ഷൻ ഡി ഉണ്മ. ഉത്തരം ഓപ്ഷൻ എ ഔചിത്യം. 92ാമത്തെ ചോദ്യം. ഋതം എന്ന പദത്തിൻ്റെ വിപരീത പദം താഴെ കൊടുത്തവയിൽ ഏതാണ്? ഓപ്ഷൻ എ മുഹൂർത്തം. ഓപ്ഷൻ ബി സത്യം. ഓപ്ഷൻ സി അനൃതം. ഓപ്ഷൻ ഡി അന്യത്വം. ഉത്തരം ഓപ്ഷൻ സി അനൃതം. 93ാമത്തെ ചോദ്യം. 4-5 എന്ന പദം ശരിയായി വിഗ്രഹിക്കുന്നത് എങ്ങനെ? ഓപ്ഷൻ എ 4ഉം 5ഉം. ഓപ്ഷൻ ബി 4ഓ 5ഓ. ഓപ്ഷൻ സി 4ൽ 5. ഓപ്ഷൻ ഡി 4നോട് 5. ഉത്തരം ഓപ്ഷൻ ബി 4ഓ 5ഓ. 94ാമത്തെ ചോദ്യം. ചേർത്തെഴുക. കാൽ അധികം മതം. ഓപ്ഷൻ എ കൽമതം. ഓപ്ഷൻ ബി കാൽമതം. ഓപ്ഷൻ സി കല്ലുമതം. ഓപ്ഷൻ ഡി കൺമതം. ഉത്തരം ഓപ്ഷൻ ഡി കൺമതം. 95ാമത്തെ ചോദ്യം. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന ആശയം വരുന്ന മലയാളം ചൊല്ല് ഏത്?
ഓപ്ഷൻ എ കഴിഞ്ഞ കാര്യങ്ങൾ നുഴഞ്ഞു നോക്കരുത്. ഓപ്ഷൻ ബി സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. ഓപ്ഷൻ സി മുറിവൈദ്യൻ ആളെ കൊല്ലും. ഓപ്ഷൻ ഡി സ്വരം നന്നാകുമ്പോൾ പാട്ടു നിർത്തും. ഉത്തരം ഓപ്ഷൻ ബി സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. 96-ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ സലിംഗ ബഹുവചനത്തിന് ഉദാഹരണം ഏതാണ്? ഓപ്ഷൻ എ മനുഷ്യർ. ഓപ്ഷൻ ബി ദേവകൾ. ഓപ്ഷൻ സി വൈദ്യർ. ഓപ്ഷൻ ഡി അധ്യാപികമാർ. ഉത്തരം ഓപ്ഷൻ ഡി അധ്യാപികമാർ. 97-ാമത്തെ ചോദ്യം. കച്ചകെട്ടുക എന്ന പ്രയോഗത്തിൻ്റെ ആശയം താഴെ പറയുന്നവയിൽ നിന്നും എടുത്തെഴുതുക. ഓപ്ഷൻ എ വഴക്കടിക്കുക. ഓപ്ഷൻ ബി സന്നദ്ധരാവുക. ഓപ്ഷൻ സി മരണപ്പെടുക. ഓപ്ഷൻ ഡി ഓർമ്മപ്പെടുത്തുക. ഉത്തരം ഓപ്ഷൻ ബി സന്നദ്ധരാവുക. 98-ാമത്തെ ചോദ്യം. അലയാഴി എന്ന പദം പിരിച്ചെഴുതിയാൽ. ഓപ്ഷൻ എ അല അധികം അഴി. ഓപ്ഷൻ ബി അല അധികം ആഴി. ഓപ്ഷൻ സി അലൈ അധികം ആഴി. ഓപ്ഷൻ ഡി അലൈ അധികം അഴി. ഉത്തരം ഓപ്ഷൻ ബി അല അധികം ആഴി. 99-ാമത്തെ ചോദ്യം. തലമുടി എന്ന അർത്ഥം വരാത്ത പദം ഏതാണ്? ഓപ്ഷൻ എ കുന്തളം. ഓപ്ഷൻ ബി കുഴൽ. ഓപ്ഷൻ സി ചായൽ. ഓപ്ഷൻ ഡി തുഹിനം. ഉത്തരം ഓപ്ഷൻ ഡി തുഹിനം. അവസാന ചോദ്യം. താഴെ കൊടുത്തവയിൽ ശരിയായ പദം ഏവ? 1 ഉത്തരവാദിത്വം. 2 അനന്തിര്യവൻ. 3 കൃതജ്ഞത. 4 കൃത്രിമം. ഉത്തരം ഓപ്ഷൻ സി 1ഉം 3ഉമാണ് ശരിയായി എഴുതിയിട്ടുള്ള പദങ്ങൾ. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.